നമസ്കാരം. പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഏക ഛത്രാധിപതിയായി മുന്നോട്ടു പോകുന്ന CPM-ലെ കിരീടം വയ്ക്കാത്ത രാജാവ് അഥവാ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത നേതാവ് എന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ CPM-ന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി പാർട്ടിയിലും ഭരണത്തിലും വീണ്ടും അജയ്യനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ CPM-ൽ വിഭാഗീയത പഴയകാല ചരിത്രം മാത്രമായിരുന്നു എന്നും CPM-ൽ ഇനി ഒരിക്കലും വിഭാഗീയത തലപൊക്കില്ല എന്നുള്ള MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകളുടെ വീമ്പ് പറച്ചിലുകൾ അസ്ഥാനത്തായിരിക്കുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ CPM-ന്റെ പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ മുതിർന്ന നേതാക്കൾ ആരും തന്നെ അല്ലെങ്കിൽ പല മുതിർന്ന നേതാക്കളും അതിലുണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം CPM-ൽ വീണ്ടും വിഭാഗീയതയുടെ തലപ്പൊക്കൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തിന് ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും വെട്ടി മാറ്റുകയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇല്ലാതിരുന്നൊരവസ്ഥ കൂടി ഉണ്ടായിരിക്കുകയും ചെയ്തു. അതായത് പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസൃതമായി നിൽക്കുന്ന ആളുകളല്ലാതെ മുതിർന്ന നിരയിലുള്ള ആരെയും മന്ത്രിസഭയിൽ കൂട്ടുവാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. വീണ്ടും ഒരു മൂന്നാം ഊഴം കൂടി ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ, അതായത് 3.0 എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന പിണറായി വിജയൻ തനിക്ക് വിഘാതമായി നിന്നേക്കാവുന്ന ആളുകളെ സംസ്ഥാന സമിതിയിൽ നിന്ന് പോലും ഒഴിവാക്കി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേവലം 9 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രം CPM-ലുള്ള വീണ ജോർജിനെ പോലുള്ള ആളുകളെ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ഇരുത്തിയപ്പോൾ പത്മകുമാറിനെ പോലെ ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലം പ്രവൃത്തി പരിചയമുള്ള ആളുകളെയാണ് സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയത് എന്നുള്ളതും CPM-ൽ വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുന്നു. തോമസ് ഐസക്, G സുധാകരൻ, MA ബേബി, അതുപോലെ തലമുതിർന്ന പല നേതാക്കളും CPM-ൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ട നിലയിൽ തന്നെയാണ്, അഥവാ പിണറായി വിജയൻ ചവിട്ടി പുറത്താക്കിയ നിലയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇക്കുറി CPM-ന്റെ സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന സമിതിയിലേക്കും പല ആളുകൾക്കും അർഹിക്കുന്ന രീതിയിൽ അംഗീകാരം കിട്ടാതെ വന്നതോടുകൂടി പാർട്ടിയിൽ നിന്നും അവഗണിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പുറത്തു പോയ ആളുകൾ മുൻപേ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുതിർന്ന നേതാക്കളുമായി കൂടിച്ചേർന്ന് CPM-ന് പുതിയ മുഖമുണ്ടാക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ CPM എന്ന സംഘടനയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് CMP എന്ന പാർട്ടി ഉണ്ടാക്കിയ MV രാഘവൻ മുതൽ മാതൃസംഘടനയായ CPM-ൽ നിന്നും പിരിഞ്ഞ് RMP എന്ന സംഘടനയുണ്ടാക്കിയ TP ചന്ദ്രശേഖരൻ, JDS എന്ന പാർട്ടി രൂപീകരിച്ച KR ഗൗരിയമ്മ, ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ മുന്നിലുണ്ട്. അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളിൽ പലരും ഇടതുപക്ഷ പ്രസ്ഥാനം വിട്ട് പിന്നീട് പുറത്തേക്ക് പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. മാതൃസംഘടനയായ CPM-ൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. ഇത് CPM-ൽ വിഭാഗീയത തന്നെയായിരുന്നു കാരണം. CPM-ലെ എക്കാലത്തെയും മുതിർന്ന നേതാവും കരളുറപ്പുള്ള നേതാവ്, ചങ്കുറപ്പുള്ള നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന VS അച്യുതാനന്ദൻ കിടപ്പിലായതോടുകൂടി പാർട്ടിയും ഭരണവും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് പിണറായി വിജയൻ അപ്രമാദിത്വത്തോടു കൂടി തന്റെ ജൈത്രയാത്ര തുടരുകയായിരുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാൻ. എന്നാൽ തനിക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ, തനിക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവർ, നിലപാട് സ്വീകരിക്കുന്നവർ ആരും തന്നെ തന്റെ ഒപ്പം CPM-ൽ വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു പിണറായി വിജയൻ അനുവർത്തിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾക്ക് പോലും അർഹിക്കുന്ന തരത്തിലുള്ള അംഗീകാരം കൊടുക്കാതെ പിണറായി വിജയൻ തന്റെ ശിങ്കിടികൾക്കൊപ്പമാണ് പാർട്ടി കൊണ്ടുപോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. തന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിനെ വരുംകാലത്ത് മുഖ്യമന്ത്രിയായി അവരോധിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന കള്ളക്കളികളാണ്, രാഷ്ട്രീയ കുതന്ത്രങ്ങളാണ് ഇപ്പോൾ നടമാടുന്നത് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തായാലും P ജയരാജനെ പോലുള്ള ആളുകളെ, കണ്ണൂരിലെ മുതിർന്ന നേതാവായ ഒരുപക്ഷെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ലെ മുതിർന്ന നേതാക്കൾ കണ്ണൂരിൽ നേർക്ക് നേർ മത്സരിച്ചു കഴിഞ്ഞാൽ P ജയരാജനാണ് അവർക്കെതിരെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും P ജയരാജൻ മാത്രമായിരിക്കും കണ്ണൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുക എന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അത്രത്തോളം കണ്ണൂരുമായി അഭേദ്യമായ ജനങ്ങളുടെ ഇടയിൽ അത്രത്തോളം സ്വാധീനമുള്ള P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയ പിണറായി വിജയന്റെ നടപടികൾ യഥാർത്ഥ CPM വിശ്വാസികൾക്ക് വളരെ വേദനയായിരിക്കുന്നു, കണ്ണൂരിലുള്ള സഖാക്കൾക്ക് വേദനയായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതിനെ തുടർന്ന് P ജയരാജന്റെ മകൻ ജെയിൻ ജയരാജ് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അയോധ്യ തർക്കത്തെ തുടർന്ന് സുപ്രീം കോടതിയുടെ വിധി വന്ന സാഹചര്യത്തിൽ CPM-ന്റെ നേതാവായ M സ്വരാജ് തന്റെ FB പേജിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പ് കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് ജെയിൻ രാജ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്ന
രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ജെയിൻ രാജ് പങ്കുവച്ചത്. അതായത് പി ജയരാജനെ CPM സെക്രട്ടേറിയറ്റിൽ നിന്നും പുറന്തള്ളിയതിൽ കടുത്ത അമർഷം തന്നെയാണ് ജയരാജന്റെ മകൻ ജെയിൻ രാജ് പങ്കുവച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് കൂടിയായ സുകന്യയുടെ മറ്റൊരു പോസ്റ്റ്. ഓരോ അനീതിയിലും നിങ്ങൾ കോപാകുലരാകുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോപം കൊണ്ട് വിറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഖാവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ ഞങ്ങളുടെ സഖാവാണ് എന്ന് ഞങ്ങൾ കരുതും എന്ന ചെഗുവേരയുടെ പ്രശസ്തമായ വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു സുകന്യയും പാർട്ടി നേതൃത്വത്തിനെതിരെ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. തന്നെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ നിശിതമായ വിമർശനങ്ങളോടുകൂടി തന്നെയാണ് പത്മകുമാർ പ്രതികരിച്ചത്. പത്മകുമാറിനെതിരെ കൊല്ലം ജില്ലാ കമ്മിറ്റി അച്ചടക്ക നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ തനിക്കെതിരെ വരുന്ന നടപടികൾ താൻ പാർട്ടിയിൽ നിന്നും വിരമിക്കലായി തന്നെ കണക്കിലെടുക്കും, തനിക്ക് അതൊരു വിഷയമല്ല, പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയും എന്ന് തന്നെയാണ് പത്മകുമാറും തുറന്നടിച്ചിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ പാർട്ടിയിൽ അതൃപ്തനായി നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ, അവഗണിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട മറ്റു മുതിർന്ന നേതാക്കളും ഈ തലമുറയിലെ കഴിവുള്ള മറ്റു സാമർഥ്യമുള്ള നേതാക്കളും ചേർന്ന് CPM-ൽ നിന്നും വേർപിരിഞ്ഞ് മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നു. CPM-ന് പുതിയൊരു മുഖം വരാൻ പോകുന്നു. അത് ഒരുപക്ഷെ CMP പോലെ, JDS പോലെ, RMP പോലെ ഏതെങ്കിലും ഒരു സംഘടനയാകാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും 3.0 ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയന്റെ നിറുകിലേറ്റ ശക്തമായ അടി തന്നെയായിരിക്കും ഇത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തി ദുർഗമായ CPM-ൽ നിന്നും വേർപെട്ട്, അതായത് LDF-ൽ നിന്നും വേർപെട്ടു പോകാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ CPM-ലെ തലമുതിർന്ന നേതാക്കളും അവഗണിക്കപ്പെട്ട നേതാക്കളും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ CPM കേരളത്തിൽ പിളരുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. CPM പിളർപ്പിലേക്ക്, അതായത് വിഭാഗീയത ഇല്ല എന്ന് മേനി നടിക്കുമ്പോൾ MP ഗോവിന്ദനും പിണറായി വിജയനും CPM-ൽ ഇത്രത്തോളം വലിയ ശക്തി ദുർഗമായി നിൽക്കുമ്പോഴും CPM-ന് അകത്തു നിന്ന് തന്നെ CPM-ന് ഭീഷണി ഉയരുന്നു, CPM പിളർപ്പിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ അടിച്ചൊതുക്കുക അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന പാർട്ടിയുടെ പഴയ സമ്പ്രദായങ്ങൾ ഇനിയും തിരിച്ചു വരുമോ എന്നുള്ളതെല്ലാം ആലോചിക്കേണ്ടത് തന്നെയാണ്. ഇത് കേരളത്തെ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. ഇനിയും പാർട്ടിയിൽ ഉണ്ടാകുന്ന വിഭാഗീയത കൊണ്ട് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്കെതിരെ ഉന്മൂലന സിദ്ധാന്തം കൈക്കൊള്ളുന്ന CPM-ന്റെ നടപടിക്രമം മൂലം ഇനി ഒരിക്കലും പാർട്ടിയിൽ ഒരു TP ചന്ദ്രശേഖരൻ ഉണ്ടാകാതിരിക്കട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ ഇനിയും ഒരു രക്തസാക്ഷി പിറക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും CPM പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു, CPM-ൽ പിളർപ്പുണ്ടായിരിക്കുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം CPM പിളരുന്നു, പിളർപ്പിലേക്ക് പോകുന്നു, CPM-ൽ പൊട്ടിത്തെറിയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. CPM-ലെ വിഭാഗീയത മറനീക്കി പുറത്തു വരുന്നു. ഇനി CPM-ന് കേരളത്തിൽ രണ്ട് മുഖമായിരിക്കും എന്നൊക്കെ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.